നമുക്കെപ്പോഴും പുതിയ ഒരു ശീലം തുടങ്ങാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണല്ലേ? എന്നാൽ അത് കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹാബിറ്റ് ഫോർമേഷന്റെ 3 സ്റ്റേജുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. 80% ആൾക്കാരും ഫെയിൽ ആകുന്നത് ഇതിൽ രണ്ടാമത്തെ സ്റ്റേജിലാണ്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മളെല്ലാവരും ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഹൈലി എക്സൈറ്റഡ് ആയിരിക്കും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫേസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 മുതൽ 10 ദിവസം വരെയാണ്. പേഴ്സൺ ടു പേഴ്സൺ ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കും. ഈ ഒരു ഫേസിൽ മാക്സിമം ആൾക്കാരും പാസ്സാവാറുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിലാണ് 80% ആൾക്കാരും ഒരു ഹാബിറ്റ് ഫോർമേഷനിൽ ഫെയിൽ ആവുന്നത്. 10 ദിവസം മുതൽ 66 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റേജാണിത്. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമ്മുടെ മോട്ടിവേഷൻ താഴെ ലെവലിലായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ എക്സൈറ്റ്മെന്റ് വളരെ താഴെയായിരിക്കും. ഇവിടെ നമുക്ക് ആവശ്യം നമ്മുടെ ഡിസിപ്ലിനാണ്. ഈ ഒരു സ്റ്റേജിൽ രാവിലെ അലാറം അടിക്കുമ്പോൾ സ്നോസ് ചെയ്യാൻ തോന്നും, അതുപോലെ തന്നെ വർക്കൗട്ടിന് സമയമാകുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ തോന്നും, അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടും. സിഗരറ്റ് വലി നിർത്തിയ ഒരു വ്യക്തി സിഗരറ്റ് കാണുമ്പോൾ അവരെ തന്നെ കൺവിൻസ് ചെയ്യും ആഴ്ചയിൽ ഒരു സിഗരറ്റ് വലിച്ചാലൊന്നും വലിയ കുഴപ്പമില്ലാന്ന്. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ രണ്ടാമത്തെ സ്റ്റേജിലാണ്. ഈ ഒരു ഫേസിൽ ഫെയിൽ ആവാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടുകളെ പുതിയ ഹാബിറ്റിനെ സഹായിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഏതൊരു ഹാബിറ്റാണോ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ഹാബിറ്റ് ഓൾറെഡി ചെയ്യുന്ന വ്യക്തികളുമായിട്ട് കൂടുതൽ സമയം ഇടപെടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആ ഒരു പുതിയ ഹാബിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടും അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ 66 ദിവസം നമ്മൾ ആ പുതിയ ശീലം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജും ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓട്ടോ പൈലറ്റ് സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ഹാബിറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് ആയിരിക്കും. നമുക്ക് ഈസി ആയിട്ട് ഏതൊരു ഹാബിറ്റും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പുതിയൊരു ശീലം അത് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഈ ഒരു ശീലം നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഹാബിറ്റ് ഫോർമേഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും യഥാർത്ഥത്തിൽ നമ്മുടെ ഹാബിറ്റ് ഫോം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സ്റ്റേജാണ് സ്റ്റേജ് 2. രണ്ടാമത്തെ സ്റ്റേജിൽ എത്തിയിട്ട് നിങ്ങൾ പിൻവാങ്ങിയ ശീലങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് നിങ്ങൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്, കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.